പറ്റും. ക്ലാസ്സിൽ ഗുരുനാഥൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്ന ഭരണഘടന ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? അധ്യാപകൻ വരുമ്പോ എഴുന്നേൽക്കണമെന്ന് പറയുന്ന, എന്നാൽ ഈ അധ്യാപകൻ വരുമ്പോ എഴുന്നേൽക്കണമെന്നത് മുസ്ലിങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തത്വമാണോ? അല്ല, ഒരിക്കലുമല്ല. എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കാര്യമാണത്, അംഗീകരിക്കുന്ന കാര്യമാണത്. എന്റെ കൂടെ പഠിച്ച ഒരു ആൾ ഒരു BEd കോളേജിൽ എത്തി. മഫ്തിയിലാണ് അവിടെ പഠിച്ചത്. മീൻസ് ഉസ്താദന്മാരുടെ ഡ്രസ്സിലല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നല്ല പ്രതിഭയാണ്. പെടുന്നനെ അവിടെയുള്ള സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനായി. അത് വളരെ വാസ്തവമായൊരു സംഭവമാണ്. ഒരടയാളവും ഇല്ല, ഒരു മതപണ്ഡിതന്റെ ഒരു ചേഷ്ടയും ഇല്ല. അങ്ങേയറ്റം പറഞ്ഞാൽ ആ കാലത്ത് ഒരു ഫാഷൻ സെന്റർ ഉള്ള ആളായിരുന്നു, ക്ലീൻ ഷേവ് ഒക്കെ ആയിരുന്നു. പക്ഷേ അവസാനം യാത്ര ആപ്പിന്റെ സമയത്ത് ഓരോരുത്തരും ചെന്ന് അവരുടെ പ്രധാന അധ്യാപിക മിസ് അവരോട് യാത്ര പറയാൻ ചെന്ന് പിരിയുകയാണ്. സെന്റ് ഓഫ് ആണ്. അവസാനം ഈ ആൾ അവരുടെ മിസ്സിന്റെ അരികെ ചെന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ, ഞാൻ ആ പേര് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, ആ മിസ് ഇയാളെ, അല്ലെങ്കിൽ എൻ്റെ ഒരു സമപ്രായക്കാരനും സംഗതിയുമാണ്, ഇവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഏതെങ്കിലും മോറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ധാർമ്മിക ധർമ്മസ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ഒന്ന് പാളി. കാരണം 2 കൊല്ലമായി അവന്റെ ബേസിക്സ് ഒക്കെ ഒളിപ്പിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത്. അതിനും അവൻ്റെതായ ന്യായങ്ങളുണ്ട്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞോ? ഇത് ടീച്ചർക്ക് എങ്ങനെ, മിസ്സിന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് അവന്റെ ആശങ്ക. അപ്പൊ അവൻ ചോദിച്ചു, അതെന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവൻ പറഞ്ഞു, അവസാന നിമിഷമല്ലേ, സ്വന്തം അധ്യാപികയുമാണ്, സത്യം പറയാമെന്ന് വിചാരിച്ചു. പഠിച്ചിട്ടുണ്ട്, 8 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് MA ചെയ്തിട്ടാണ് ഇവിടെ BEd എടുക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മതപരമായി ഇന്ന ബിരുദം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്ഥാപനത്തിന്റെ പേരൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. അയക്കാൻ പോവുക. അപ്പൊ ഇവൻ ചോദിച്ചു ടീച്ചറോട്, അത് മിസ്സിന് എങ്ങനെ മനസ്സിലായി? അപ്പോ അധ്യാപിക പറഞ്ഞ കാര്യം, നാം നെഞ്ചത്ത് കൈവച്ചോ അതിനേക്കാൾ മൂർദ്ധമായ, അതിനേക്കാളും സെൻസിറ്റീവായ ഭാഗം ഉണ്ടെങ്കിൽ അവിടെ തലവെച്ച് ഓർക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മിസ് പറഞ്ഞു, ഞാൻ ഒരു വർഷത്തോളമായി നിന്നെ ശ്രദ്ധിക്കുന്നു. മറ്റു കുട്ടികളൊക്കെ, സാധാരണ കുട്ടികളൊക്കെ അധ്യാപികമാരുടെയും അധ്യാപകന്മാരുടെയും മുമ്പിൽ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ ഒരു പരിഗണനയും തരാറില്ല. അവര് ഷൗട്ട് ചെയ്ത് ബഹളം വെച്ചാണ് പോവാറുള്ളത്. നീ ഇവിടുത്തെ ഈ ലാസ്റ്റ് ഇയർ ഇതിന്റെ ചെയർമാൻ കൂടിയാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്റെ മുമ്പിൽ നീ ആവാതിരിക്കാൻ നിന്റെ നടത്തത്തിന്റെ വേഗത നീ കുറക്കുന്നത്. ടീച്ചർ വായിച്ചു നോക്കണം. അപ്പൊ ഈ അധ്യാപികയുടെ മുമ്പിൽ ഇവന്റെ കാലെത്തിപ്പോകുമ്പോ, അതവിടെ നിന്ന് കിട്ടിയ ശീലമാണത്. അത് നമ്മുടെ ഈ അറബിക് കോളേജുകളുടെ, ശരീഅത്ത് കോളേജുകളുടെ ശീലമാണ്. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അതൊരു നല്ല ശീലമാണെന്നാണ് എന്റെ അഭിപ്രായം. നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ ഉസ്താദുമാരുണ്ടെങ്കിൽ, അത് മസ്അലയിൽ അത് ശരിയല്ലെങ്കിൽ കൂടിയും, ചിലപ്പോ മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഅ്മാൽ എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടല്ലോ. മര്യാദ പാലിക്കലാണ് ചിലപ്പോ മസ്അലയിലെ നിയമം പാലിക്കുന്നതിനേക്കാൾ ഉത്തമെന്ന്. അപ്പൊ സലാം വീട്ടിയാൽ സ്വന്തം സഫിൽ അടുത്ത് ഉസ്താദുമാരുണ്ടെങ്കിൽ ഒരു കള്ളി താഴ്ന്നിരിക്കും. അത് അവിടെയുള്ള ഒരു പതിവാണത്. ഒരേ നിരയാണെങ്കിൽ ഒരു ഹസരത്തോ ഉസ്താദോ അടുത്തുണ്ടെങ്കിൽ ഒന്നിങ്ങ് താഴ്ന്നിരിക്കും, തൊട്ടടുത്താവണമെന്നില്ല. അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഇത് 8 കൊല്ലം ശീലിച്ചതിനാൽ എന്ത് ചെയ്തു? ഇത് ഉസ്താദല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ആളല്ല, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഒരു ടീച്ചിങ് കോഴ്സിന് വേണ്ടി ട്യൂട്ടോറിയൽ പഠനം നടത്തുകയാണ്. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം അവിടെ പഠിക്കുകയാണ്.
ആ സമയത്ത് വലിയൊരു കമ്മിറ്റ്മെന്റോ ഇമോഷണൽ ബോണ്ടോ വൈകാരിക ഇഴയടുപ്പോ ഒന്നും ഉണ്ടാവുന്ന ഒരു കാലമല്ല ഒരു പക്ഷെ എന്നിട്ടും മിസ്സിന്റെ അവരുടെ ടീച്ചറിന്റെ അധ്യാപികയുടെ മുമ്പിലായി പോവാതിരിക്കാൻ നടത്തത്തിന്റെ വേഗത കുറച്ച് ബാലൻസ് ചെയ്യുന്നത് ഇടകണ്ണിട്ട് കൺകോണിട്ട് ടീച്ചർ മനസ്സിലാക്കുകയും 2 കൊല്ലം കഴിഞ്ഞിട്ട് യാത്ര പറയുമ്പോ അതെടുത്ത് പറയുകയും ചെയ്തുവെങ്കിൽ മര്യാദ പാലിക്കുക എന്നുള്ളത്, ശിഷ്യന്മാര് അച്ചടക്കമുള്ളവരാവുക എന്നുള്ളത് ആഗ്രഹിക്കാത്ത അധ്യാപകരോ ഇല്ല. പക്ഷേ ഏതെങ്കിലും സ്വതന്ത്ര ചിന്തയുടെ മാനിഫെസ്റ്റോയിൽ, ഏതെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യവാദത്തിന്റെ മാനിഫെസ്റ്റോയിൽ, ഏതെങ്കിലും സെക്യുലർ ഭരണഘടനയിൽ സ്വന്തം അധ്യാപകരുടെ മുമ്പിൽ നടക്കരുതെന്നോ അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കരുതെന്നോ പറയുന്നുണ്ടോ? ജീവിതത്തെ എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം കൊണ്ടുപോകുന്നത്. ഇതൊരു വരണ്ട വാദമല്ല. തഅലീമുൽ മുതഅല്ലിം എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു തഅലീമുൽ മുതഅല്ലിമിനെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മാറ്റിയിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചാൽ ഈ വകവിധ റാഗിങ് പോലും ഉണ്ടാവില്ലെന്ന്. അധ്യാപകന്റെ മുമ്പിൽ മുസല്ലയിട്ട് നിസ്കരിക്കരുത്, അധ്യാപകനേക്കാൾ കൂടുതൽ വട്ടം നിസ്കരിക്കരുത്, ഇതൊക്കെയല്ലേ പറയുന്നത്. മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഅ്മാൽ. എന്തുകൊണ്ട്? ഇത് അറിവിന്റെ ആത്മാവിന്റെ വെളിച്ചത്തിന്റെ പിതാക്കന്മാരാണ്, മാതാക്കളാണ്. അതാണ് റെസ്പെക്ട്. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല. ഇത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുമെന്ന് പറയുന്നവർക്ക് എന്തുണ്ട് ഇതിൽ പറയാൻ?